ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം 3-ാം അധ്യായം. ശ്രീ ശുക ഉവാച. നാഭിരപത്യകാമോ പ്രജയാ മേരുദേവ്യ ഭഗവന്തം യത്നപുരുഷം അവിഹിതാത്മായജത. ശ്രീ ശുകമുനി അരുളി ചെയ്തു. ആഗ്നീന്ദ്രപുത്രനായ നാഭിയുടെ യശസ്സിനെ വിവരിക്കുന്നതാണ് ഈ അധ്യായത്തിലെ വിഷയം. ആഗ്നീന്ദ്രൻ്റെ മൂത്തപുത്രനായ നാഭിക്ക് മേരുദേവിയിൽ സന്താനം ഉത്ഭവിക്കാതിരുന്നപ്പോൾ പ്രജാഹീനരായ ദമ്പതിമാർ സന്താനാഗ്രഹികളായിട്ട് ഭഗവാനായ യത്നപുരുഷനെ സാവധാനത്തിൽ പൂജിച്ചു. തസ്യഹ വാ ശ്രദ്ധയാ വിശുദ്ധഭാവേന യജതഃ പ്രവർഗേഷു പ്രചരൽസു ദ്രവ്യദേശകാലമന്ത്രസ്വിഗ് ദക്ഷിണാവിധാനയോഗോപപത്യ ദുരതിഗമോപി ഭഗവാൻ ഭാഗവത വാത്സല്യതയാ സുപ്രതീക ആത്മാനമപരാജിതം നിജജനാഭിപ്രേതാർത്ഥവിധിൽസയാ ഗൃഹീതഹൃദയോ ഹൃദയംഗമം മനോനയനാനന്ദനാവായ വാഭിരാമമാവിശ്ചകാര. ഭഗവാന്റെ അനുഗ്രഹമുണ്ടായാൽ എല്ലാം സാധിക്കുമെന്നുള്ള വിശ്വാസത്തോടും സർവോത്തമൻ ശ്രീനാരായണൻ തന്നെ എന്നുള്ള ഭാവത്തോടും കൂടി ഭാഗവത ആരാധനാരൂപമായ കർമ്മം നടന്നുകൊണ്ടിരിക്കുന്നു. ദ്രവ്യദേശകാല മന്ത്രാദികൾ കൊണ്ട് ഭഗവാനെ പ്രാപിപ്പാൻ കഴിയില്ല എങ്കിലും ഭഗവാൻ തൻ്റെ ഭക്തവാത്സല്യം നിമിത്തം ഭക്തജന മനോരഥത്തെ സാധിപ്പിക്കണമെന്നുള്ള ഇച്ഛയെ സ്വീകരിച്ചതിനാൽ ഭക്തഹൃദയത്തെയും നേത്രങ്ങളെയും ആനന്ദിപ്പിക്കുന്നതിന് സമർത്ഥങ്ങളായ അവയവങ്ങളോടുകൂടിയ സ്വരൂപത്തെ ഹൃദയംഗമമായി വരത്തക്ക വിധത്തിൽ പ്രത്യക്ഷമാക്കി. ആർക്കും അധീനനല്ലാതെ സ്വതന്ത്രനാണെങ്കിലും ഭക്തിയെ ആദരിക്കുന്ന ഭഗവാൻ ഭക്തവാഞ്ചിതങ്ങളെ നൽകുന്നു. അധഃ തമാവിഷ്കൃതഭുജയുഗളദ്വയം ഹിരണ്മയം പുരുഷവിശേഷം കപിശകൗശേയാംബരധരമുരസി വിലസത് ശ്രീവത്സലലാമം ധരവര വനരുഹ വനമാലാചൂര്യാമൃതമണിഗദാദി വിരുപലക്ഷിതം സ്ഫുടകിരണപ്രവര മുകുടകുണ്ടല കടകകടിസൂത്ര ഹാരകേയൂര നൂപുരാദ്യംഗഭൂഷണ വിഭൂഷിത മൃത്രിക് സദസ്യ ഗൃഹപദയോധന ഇവോത്തമധനമുപലഭ്യ സ ബഹുമാനമർഹണേനാൻ അവനതശീർഷാണ ഉപതസ്തൂഹു. പ്രത്യക്ഷമായ ഭഗവത് രൂപത്തെ വിവരിക്കുന്നു. 4 കൈകളോടും അവയിൽ ശംഖ്, താമരപ്പൂവ്, ചക്രം, ഗദ എന്നീ ആയുധങ്ങളെ പ്രകാശിപ്പിച്ചും മഞ്ഞപ്പട്ടു വസ്ത്രങ്ങളുടുത്തും ഉത്തരീയമായി ധരിച്ചും മാറിൽ പ്രകാശിക്കുന്ന ശ്രീവത്സം എന്ന മറുവിനോടും വനമാലയോടും കൂടിയതും അതിപ്രഭയുള്ള കിരീടം, കുണ്ടലങ്ങൾ, കൈവളകൾ, അരഞ്ഞാൺ, മുത്തുമാലകൾ, തോൾവളകൾ, പാദസരങ്ങൾ മുതലായ ആഭരണങ്ങളാൽ അതാത് അവയവങ്ങളെ അലങ്കരിച്ചും തേജോമയനായി പ്രത്യക്ഷനായിരിക്കുന്ന ആ പുരുഷോത്തമനെ ഋത്വിക്കുകൾ, സദസ്സിലുള്ളവർ, യജമാനനായ നാഭി മുതലായവർ അതിദരിദ്രന്മാർ ഉത്തമനിധിയെ എന്ന പോലെ കണ്ട ഉടനെ ബഹുമാനപൂർവം അർഘ്യം സമർപ്പിച്ചു. വിനയാധിക്യത്താൽ തലതാഴ്ത്തി നമസ്കരിച്ചു സ്തുതിച്ചു. ഋത്വിജ ഊജുഹു. അർഹസി മുഹുരർഹത്തമാർഹണമസ്മാകം അനുപദാനാം നമോ നമ ഇത്യേതാവത് സതുപശിക്ഷിതം കോർഹതി പുമാൻ പ്രകൃതിഗുണ വ്യതികരമതിർ അനീശ ഈശ്വരസ്യ പരസ്യ പ്രകൃതി പുരുഷയോരർവാക് തനാഭിർനാമാരൂപാകൃതിഭി രൂപനിരൂപണം. ഋത്വിക്കുകൾ പറഞ്ഞു, ഹേ പൂജ്യന്മാരിൽ വെച്ചും പൂജ്യനായവനെ, സർവസമ്പത്ത് പരിപൂർണനാകുന്നു അങ്ങെന്നാലും ആശ്രിതന്മാരായ ഞങ്ങൾ സമർപ്പിക്കുന്ന പൂജയെ സ്വയമേവ സ്വീകരിപ്പാൻ അങ്ങ് അർഹനാകുന്നു. ഞങ്ങൾ അങ്ങയെ സ്തുതിപ്പാൻ ശക്തരല്ല. അങ്ങയുടെ രൂപം ദുർജ്ഞേയമായതിനാൽ നമസ്കാരം എന്നു പറയുവാൻ മാത്രമേ സത്തുക്കൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ടെന്നാൽ പ്രകൃതി പുരുഷന്മാരെ അതിക്രമിച്ചിരിക്കുന്ന സർവേശ്വരനായ അങ്ങയെ അനന്തരമുണ്ടായിട്ടുള്ള നാമരൂപാകൃതി വിശേഷങ്ങൾ കൊണ്ട് നിർണയിച്ചു പറയുവാൻ പ്രകൃതികാര്യമായ പ്രപഞ്ചത്തിൽ മാത്രം മനസ്സു പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ അസമർത്ഥനായിരിക്കുന്ന ഏതൊരുവിനെങ്കിലും ശക്തനാകുമോ? നാമം, രൂപം, ആകൃതി എന്നിവ പ്രകൃതി കാര്യങ്ങളാകുന്നു. അങ്ങാകട്ടെ പ്രകൃതിയെ അതിക്രമിച്ചിരിക്കുന്നവൻ. പ്രപഞ്ചത്തിൽ മാത്രം മനസ്സിനെ പ്രവേശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ മനോവ്യാപാരവും വാഗ്വ്യാപാരവും പ്രപഞ്ചത്തിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കളെ മാത്രം സ്പർശിക്കുന്നതല്ലാതെ പ്രപഞ്ചാതീതനും സർവാന്തര്യാമിയുമായ അങ്ങയുടെ രൂപത്തെ സ്പർശിക്കുകയില്ല. അതിനാൽ അങ്ങയുടെ മഹിമ ഇന്ന വിധമാണെന്നവർ എങ്ങനെ അറിയും? അതിനാൽ അങ്ങയെ സ്തുതിപ്പാൻ സാമർഥ്യം ഞങ്ങൾക്കില്ല.
സകല ജനനികായ വൃജിന നിരസന ശിവതമ പ്രവര ഗുണഗണൈകദേശ കഥനാധൃത്യേ. സകല ജനങ്ങളുടെയും പാപങ്ങളെ തീർക്കുവാൻ തക്കവിധം അത്യന്തം പരിശുദ്ധങ്ങളും അത്യുത്കൃഷ്ടങ്ങളുമായ അനന്തഗുണങ്ങളുടെ ഏകദേശത്തെപ്പറ്റി പറയുക എന്ന് മാത്രമല്ലാതെ മറ്റൊന്നിനും ശക്തി ഞങ്ങൾക്കില്ല. പരിജനാനുരാഗ വിരചിത ശബള സംശബ്ദ സലില സ്ഥിതകിസലയ തുളസിക ദുർവാങ്കുരൈരഭി സംഭൃതയ സപര്യയ കില പരമ പരിതുഷ്യസി. ഹേ പരിപൂർണ സ്വരൂപ, അങ്ങ് ഭൃത്യന്മാർ പരമഭക്തിയോടുകൂടി ചെയ്യുന്ന സ്ഖലിതാക്ഷരങ്ങൾ അടങ്ങിയ സ്തുതിവചനങ്ങളുടെ ശബ്ദത്താലും അവർ സമർപ്പിക്കുന്ന ജലം, പത്രം, തുളസി, ദുർവ, യവാങ്കുരം എന്നിവയോടും കൂടിയ പൂജയാലും ഏറ്റവും സന്തോഷിക്കുന്നു എന്നത് അങ്ങയുടെ സ്വഭാവമാകുന്നുവല്ലോ. അഥാ നയാഭി ന ഭവത ഇജ്ജയോരുഭാരവരയ സമുചിതമർത്ഥമിഹോപ ലഭാമഹേ. പരമപ്രേമ പരിശുദ്ധമല്ലാതിരിക്കുന്ന പക്ഷം അനേക സാധനങ്ങൾ സമ്പാദിച്ചും കൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന പൂജയാലും അങ്ങയ്ക്ക് സമുചിതമായ പ്രയോജനം എന്തെങ്കിലുമുണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നതുമില്ല. പ്രേമസൂചകം പൂജയെ സ്വീകരിക്കുന്നു എന്നല്ലാതെ ഈശ്വരൻ അതുകൊണ്ടൊരു പ്രയോജനവുമില്ല. ആത്മന ഏവാനുസവനം അഞ്ജസാ വ്യതിരേകേണ ഭോ ഭൂയമാനാശേഷ പുരുഷാർത്ഥ സ്വരൂപസ്യ കിന്തു നാഥ ആശിഷ ആശാസാനാനാം ഏതദപി സംരാധനമാത്രം ഭവിതുമർഹതി. സകല പുരുഷാർത്ഥങ്ങളുടെയും പരമാർത്ഥമായ വാസസ്ഥാനം അങ്ങാകുന്നു. നിരന്തരം അഭിന്നഭാവേന വർദ്ധിച്ചു വരുന്ന പുരുഷാർത്ഥങ്ങളുടെ നിദാനമായ ആത്മാവിൽ നിന്ന്, അങ്ങയിൽ നിന്ന് വരങ്ങളെ ആഗ്രഹിക്കുന്ന ഞങ്ങൾ അങ്ങയെ പ്രസാദിപ്പിക്കുവാൻ ഈ വിധം പൂജിക്കുന്നതായിട്ട് മാത്രമേ ഇതിനെപ്പറ്റി വിചാരിപ്പാനുള്ളൂ. അങ്ങയുടെ പ്രയോജനത്തിനായിട്ടല്ല ഞങ്ങളുടെ പൂജ. സ്വാമിയിൽ നിന്ന് അനുഗ്രഹം ആഗ്രഹിക്കുന്ന ഭൃത്യജനം സ്വാമിയുടെ മുമ്പാകെ സമർപ്പിക്കുന്ന കാഴ്ചദ്രവ്യത്തിൻ്റെ സ്ഥാനത്തിൽ ഈ പൂജാദ്രവ്യങ്ങളെ സമർപ്പിക്കുന്നു എന്നു മാത്രം. തദൃത ബാലിശാനാം സ്വയം ആത്മന ശ്രേയഃ പരമവിദുഷാം പരമപുരുഷ പ്രകർഷകരുണയ സ്വമഹിമാനം ചാപവർഗാഖ്യമുപകൽപ്പയിഷ്യൻ സ്വയം നാപചിത ഏവേതരവതിഹോപലക്ഷിതഃ. ഹേ പരമാനന്ദ സ്വരൂപ, അവരവരുടെ ശ്രേയസ്സിനെക്കുറിച്ച് അറിവില്ലാത്ത മൂഢന്മാരായ പുത്രന്മാരുടെ നേരെ പിതാക്കന്മാരെന്ന പോലെ യാതൊരു പ്രയോജനത്തെയും അപേക്ഷിക്കാതെ തന്നെ അങ്ങ് പ്രയോജനം കാക്ഷിക്കുന്ന ഒരു സാധാരണ ജനത്തെ പോലെ ഞങ്ങളിൽ പരമകരുണയെ പ്രകാശിപ്പിച്ച് അങ്ങയുടെ പരമാനന്ദ സ്വരൂപമായ മോക്ഷത്തെ ഞങ്ങൾക്ക് നൽകുവാൻ വേണ്ടി സ്വയമേവ ഇവിടെ പ്രത്യക്ഷനായിരിക്കയാൽ ഭൃത്യവത്സലൻ തന്നെ അങ്ങെന്നത് അനുഭവപ്പെട്ടിരിക്കുന്നു. അദായമേവ വരോ ഹെർഹത്തമ യർഹി ബർഹിഷി രാജർഷേർ വരദർഷഭോ ഭവാ നിജപുരുഷേക്ഷണ വിഷയ ആസീത്. ഹേ പൂജ്യന്മാരിൽ വെച്ചും പൂജ്യനായുള്ളവനെ, രാജർഷിയായ നാഭിയുടെ ഈ യാഗത്തിൽ അങ്ങയെ സേവിക്കുന്ന ഞങ്ങളുടെ നേത്രങ്ങളെ ആനന്ദിപ്പിക്കുന്ന ഈ ഉത്തമരൂപത്തെ പ്രദർശിപ്പിച്ചുവെന്നത് യാതൊന്നോ ഇതുതന്നെ പരമാനുഗ്രഹമായിരിക്കുന്നു. വരദാനം ചെയ്യുവാൻ യോഗ്യന്മാരായ ബ്രഹ്മാദികളിൽ വെച്ചും ഉത്തമനായ അങ്ങയ്ക്ക് യാതൊരു പൂജയും ചെയ്യുവാൻ ഞങ്ങൾ സമർത്ഥരല്ല. ഇപ്പോൾ ഞങ്ങൾക്ക് നൽകിയ ഈ സന്ദർശനം പരമാനുഗ്രഹമായി. ഇതിലധികം സ്പൃഹണീയം എന്തിരിക്കുന്നു? അസംഗനിശിതജ്ഞാനാനല വിദൂതാശേഷമലാനാം ഭവത് സ്വഭാവാനാം ആത്മാരാമാണാം മുനീനാം അനവരത പരിഗുണിത ഗുണഗണ പരമമംഗളായന ഗുണഗണ കഥനോസി. എല്ലാ വരങ്ങളും സംസാരഭോഗങ്ങളിൽ ഉൾപ്പെടുന്നവയാകയാൽ സംസാര സന്താപത്തെ നശിപ്പിക്കുന്ന അങ്ങയുടെ ദർശനത്തേക്കാൾ ഉത്തമമായ വരം മറ്റൊന്നുമില്ല. അതെത്രയും ദുർലഭമാകുന്നു. അതുകൊണ്ടാണ് സകല ഭോഗങ്ങളെയും വെടിഞ്ഞ് മഹാന്മാർ അങ്ങയുടെ ഗുണങ്ങളെ കീർത്തിച്ചു കൊണ്ടിരിക്കുന്നതെന്നുള്ള അഭിപ്രായത്തെ പ്രകാശിപ്പിച്ചും കൊണ്ട് പറയുന്നു. യാതൊരു ഭോഗത്തിലും ആഗ്രഹം വയ്ക്കാതെ അതിൽ നിന്ന് വിട്ടിരിക്കുന്നതായ വൈരാഗ്യത്താൽ ശക്തിയോടുകൂടിയ ജ്ഞാനമാകുന്ന അഗ്നിയാൽ ദൂരീകരിക്കപ്പെട്ട രാഗാദി ദോഷങ്ങളോട് കൂടിയവരായതിനാൽ അങ്ങയുടെ സ്വഭാവ സാദൃശ്യത്തെ പ്രാപിച്ചവരും ആത്മാവിൽ തന്നെ ആനന്ദിക്കുന്നവരുമായ മുനികൾക്കും കൂടി പരമാനന്ദത്തെ ജനിപ്പിക്കുന്ന അങ്ങയുടെ ഗുണഗണങ്ങളുടെ കീർത്തനത്തെ ഒരു കാലത്തും അവർ ഉപേക്ഷിക്കുന്നില്ല. അപ്രകാരം പുണ്യശ്ലോകനായ അവിടുത്തെ ദർശനം ഞങ്ങൾക്ക് കരുണയാൽ നൽകിയല്ലോ, അത് മഹാനുഗ്രഹമായിരിക്കുന്നു. അത കഞ്ചിത് സ്ഖലന ക്ഷുത്പതന ജൃംഭണ ദുരവസ്ഥാനാദിഷു വിവശാനാം നഃ
സ്മരണായ ജ്വരമരണദശായാം അപി സകലകശ്മല നിരസനാനി തവ ഗുണകൃത നാമധേയാനി വചനഗോചരാണി ഭവന്തു. ദുർലഭമായ ഭഗവത് ദർശനം സിദ്ധിച്ചതു തന്നെ മഹാപ്രസാദമായി. എങ്കിലും ഭഗവാന്റെ അന്തർധാനാന്തരവും ഭഗവത് സ്മൃതിയും ഭഗവൻ നാമോച്ചാരണവും ഞങ്ങൾക്കുണ്ടാകുവാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും സന്ദർഭത്തിൽ തടഞ്ഞു വീഴുക, വിശപ്പ് മുതലായ ദുഃഖങ്ങൾ ബാധിക്കുക, വീഴുക, കോട്ടുവായിടുക, മറ്റേതെങ്കിലും കഷ്ടാവസ്ഥകൾ വന്നുചേരുക, ജ്വരാദി രോഗങ്ങൾ ബാധിക്കുക, മരണസമയം അടുക്കുക, ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അവശന്മാരായി ഭവിച്ചിരുന്നാലും വാസനാബലം നിമിത്തം അങ്ങയുടെ ഗുണങ്ങളെ സൂചിപ്പിക്കുന്ന നാമധേയങ്ങൾ ഞങ്ങളുടെ വാഗ്വിഷയങ്ങളായി ഭവിക്കണം. അറിഞ്ഞോ അറിയാതെയോ ഉച്ചരിച്ച മാത്രയിൽ സകല പാപങ്ങളെയും സംഹരിക്കാനുള്ള ശക്തി ആ നാമങ്ങൾക്കുള്ളതിനാൽ അവയെ നിരന്തരം കീർത്തിപ്പാനും അങ്ങയുടെ രൂപത്തെ സ്മരിപ്പാനും ഞങ്ങൾക്ക് മനസ്സുണ്ടാവാൻ അനുഗ്രഹിക്കണം. നാമസങ്കീർത്തനം ഭക്തന്മാരുടെ ജീവനദ്രവ്യമാണെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. കിശ്ചായം രാജർഷിർ അപത്യകാമഃ പ്രജാം ഭവാദൃശീം ആശാസാന ഈശ്വരമാശിഷാം സ്വർഗാപവർഗയോരപി ഭവന്തമുപധാവതി പ്രജായാം അർത്ഥപ്രത്യയോ ധനതമിവാദന ഫലീകരണം. ഈ രാജർഷി സന്താനത്തെ ആഗ്രഹിക്കുന്നു. അങ്ങയെപ്പോലെയുള്ള പുത്രൻ ഉത്ഭവിക്കണമെന്നാണ് ആഗ്രഹം. ഈ ആഗ്രഹം ശ്ലാഘ്യമല്ലെന്നും അറിയാം. എങ്കിലും പുത്രനെ ലഭിക്കുന്നതാണ് പരമപുരുഷാർത്ഥ പ്രാപ്തി എന്നുള്ള ബുദ്ധിക്ക് അധീനനായിരിക്കുന്നു. ഇഹത്തിലും പരത്തിലുമുള്ള സകല ഭോഗങ്ങളെ എന്നുവേണ്ട മോക്ഷത്തെ കൂടി നൽകുന്ന പ്രഭുവായ അങ്ങയെ അപത്യാർത്ഥം ആരാധിക്കുന്നത് ഉത്കൃഷ്ട സ്ഥാനത്തെ ദാനം ചെയ്യുവാൻ സമർത്ഥനായിരിക്കുന്ന ഒരു ധനവാനെ ആരാധിച്ചിട്ട് ദരിദ്രനായ ഒരുവൻ അവനിൽ നിന്ന് ഉമിയെ യാചിക്കുന്നതുപോലെ തുച്ഛമാകുന്നു. എങ്കിലും പ്രാരബ്ധാനുസരണം വന്നുചേർന്ന വാസനയെ നിരസിപ്പാൻ അശക്തനായതിനാൽ ഇങ്ങനെ ആഗ്രഹിക്കുന്നു എന്നഭിപ്രായം. കോ വാ ഇഹതേ പരാജിതോ അപരാജിതയ മായയാനവസിത പദവ്യാനാവൃതമതിർ വിഷയ വിഷരയാനാവൃത പ്രകൃതിരനുപവാസിത മഹശ്ചരണഃ. രാജർഷിയുടെ ഈ പ്രാർത്ഥന അതിശയിക്കത്തക്കതല്ലതാനും. എന്തുകൊണ്ടെന്നാൽ ബ്രഹ്മാദി ദേവന്മാരാൽ കൂടി ജയിക്കപ്പെടാത്ത അങ്ങയുടെ മായയാൽ ജയിക്കപ്പെടാത്തവൻ ഈ ലോകത്തിലാരുണ്ട്? എവിടെ നിന്ന് വന്നിരിക്കുന്നുവെന്ന് ആരാലും മാർഗനിർണയം ചെയ്യപ്പെടുവാൻ കഴിയാത്ത അങ്ങയുടെ ആ പരാശക്തി ആരുടെ വിചാരശക്തിയെ മന്ദീഭവിപ്പിക്കുന്നില്ല. വിഷയങ്ങളാകുന്ന വിഷയങ്ങളുടെ ലോകം ഏതൊരുവൻ്റെ പ്രകൃതിയെയാണ് വ്യാപിക്കാതിരിക്കുന്നത്? മഹാന്മാരുടെ പാദപത്മങ്ങളെ ആശ്രയിപ്പാനുള്ള ഭാഗ്യം ആർക്കു സിദ്ധിച്ചിട്ടില്ലയോ അവരെല്ലാം മായാധീനന്മാരായതിനാൽ ഈ പ്രാർത്ഥന ആശ്ചര്യമാണെന്ന് വിചാരിപ്പാൻ അവകാശമില്ല. മായാസന്തരണം പരമഗുരുചരണ സേവ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നിവിടെ ഊന്നിപ്പറഞ്ഞിരിക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ടതാവശ്യം. യദുഹ വാവ തവ പുനരദഭ്രകർത്തരിഹ സമാഹൂതസ്തത്താർത്ഥദിയാം മന്ദാനാം നസ്തദ്യ ദേവഹേളനം ദേവദേവാർഹസി സാമ്യേന സർവാൻ പ്രതിവോടും അവിദുഷാം. ഹേ ദേവദേവ, ജഗൽ സൃഷ്ടിസ്ഥിതി സംഹാരാദി മഹാകാര്യങ്ങൾ നടത്തുന്ന സർവേശ്വരനായ അങ്ങയെ പുത്രവര പ്രാർത്ഥനാരൂപമായ അല്പകാര്യം സാധിപ്പിക്കുവാനായിട്ട് ഞങ്ങൾ ഈ യത്നത്തിൽ മന്ത്രങ്ങളാൽ വിളിച്ചു വരുത്തിയത് അങ്ങയുടെ നേരെ കാട്ടിയ ഒരപരാധം തന്നെ. സന്താനലാഭം പുരുഷാർത്ഥ പ്രാപ്തി എന്ന് വിചാരിപ്പാനുള്ള മന്ദബുദ്ധിയെ ഞങ്ങൾക്കുള്ളൂ. സർവജ്ഞന്മാരെയും ഒന്നും അറിവില്ലാത്തവരെയും ഒരുപോലെ കാണുന്ന സമഭാവനയുള്ള അങ്ങ് അറിവില്ലാത്ത ഞങ്ങൾ കാട്ടിയ ഈ അപരാധത്തെ കരുണാപൂർവം ക്ഷമിക്കണം. സകാമന്മാർ ഭഗവാനെ കാമപൂർത്തിക്കായി ഭജിക്കുമ്പോഴും ആ മാതിരി കാമബീജം നശിപ്പിക്കണമെന്നായിരിക്കണം ആന്തരമായ പ്രാർത്ഥന. ശ്രീ ശുക ഉവാച ഇതി നിഗതേനാഭിഷ്ടൂയമാനോ ഭഗവാനനിമിഷർഷഭോ ശ്രധാരാഭിവാദിതാഭിവന്ദിതചരണ സദയമിതമാഹ. ശ്രീ ശുഗമുനി അരുളി ചെയ്തു, ഭാരതവർഷത്തെ ഭരിക്കുന്ന നാഭി മഹാരാജാവിനാൽ വന്ദിക്കപ്പെട്ടവരായ ഋത്വിക്കുകൾ ഇപ്രകാരം ഗദ്യത്താൽ സ്തുതിക്കുകയും പാദങ്ങളിൽ നമസ്കരിക്കുകയും ചെയ്തപ്പോൾ ദേവദേവനായ ഭഗവാൻ കാരുണ്യപൂർവം ഇങ്ങനെ പറഞ്ഞു. ശ്രീ ഭഗവാനുവാച അഹോ ബദാഹം ഋഷയോ ഭവത് ബിരവിദഗീർ ബിർ വരം അസുലഭം അഭിയാചിതോ യഥമുഷ്യാത്മജോ മയാ സദൃശോ ഭൂയാദിതി. ശ്രീ ഭഗവാൻ അരുളി ചെയ്തു,
ഹേ ഋഷികളെ, അത്യാശ്ചര്യം, നിങ്ങളുടെ വാക്ക് വ്യർത്ഥമായി ഭവിക്കുകയുമില്ല. എന്നോട് നിങ്ങൾ പ്രാർത്ഥിച്ച വരമോ എത്രയും ദുർലഭം. ഈ രാജർഷിക്ക് എന്നോട് സദൃശനായ പുത്രൻ ജനിക്കണമെന്നല്ലയോ പ്രാർത്ഥിച്ചിരിക്കുന്നത്? ഇതു സാധ്യമോ? ആശ്ചര്യം. മമാഹമേവാഭിരൂപഃ കൈവല്യാദദാഭി ബ്രഹ്മവാദോന മൃഷ ഭവിതുമർഹതി മമൈവ ഹി മുഖം യദ്യുജദേവകുലം. വലം ദുർലഭമെന്ന് പറഞ്ഞതെന്തുകൊണ്ടെന്നാൽ എന്നോട് സദൃശനായിട്ടുള്ളവൻ ഞാൻ തന്നെയല്ലാതെ അന്യനില്ലല്ലോ. എങ്കിലും ബ്രാഹ്മണവചനം വ്യർത്ഥമാവാനും പാടുള്ളതല്ല. കാരണം ബ്രാഹ്മണകുലമെന്നത് എൻ്റെ മുഖം തന്നെയാകുന്നു. അവരുടെ വചനം വ്യർത്ഥമായാൽ എൻ്റെ മുഖത്തിൽ നിന്ന് പുറപ്പെട്ടത് വ്യർത്ഥമെന്ന് വരുമല്ലോ. അതിനാൽ നിങ്ങളുടെ വാക്കിനെ സഫലമാക്കാതെ കഴിയുകയില്ല. തഥ ആഗ്നീന്ദ്രിയേ അംശകലയാ അവതീരിഷ്യം ആത്മതുല്യ അനുപമലഭമാനഃ. ബ്രാഹ്മണവചനം മിഥ്യയാവാൻ പാടില്ലാത്തതുകൊണ്ടും എന്നോട് സദൃശൻ മറ്റൊരുവനില്ലാത്തതുകൊണ്ടും ആഗ്നീന്ദ്രപുത്രനായ നാഭിയിൽ ഞാൻ തന്നെ എൻ്റെ അംശത്താൽ അവതരിച്ചു കൊള്ളാം. ശ്രീശുക ഉവാച. ഇതി നിശാമയന്ത്യ മേരുദേവ്യ പതിം അഭിധായാന്തർദദേ ഭഗവാൻ. ശ്രീ ശുഗമുനി അരുളി ചെയ്തു. ഇപ്രകാരം ഭർത്താവിനോട് അരുളി ചെയ്തതിനെ കേട്ടിരിക്കുന്ന മേരുദേവിയും ആനന്ദഭരിതയായിരിക്കുമ്പോൾ ഭഗവാൻ മറഞ്ഞു. ബർഹിഷി തസ്മിന്നേവ വിഷ്ണുദത്ത ഭഗവാൻ പരമർഷിഭിഃ പ്രസാദിതോ നാഭേഃ പ്രിയചികീർഷയാ തദവരോധായേന മേരുദേവ്യാം ധർമാൻ ദർശയിതു കാമോ വാദരശനാനാം ശ്രമാണാനാം ഋഷീണാം ഊർധ്വമന്തിനാം ശുക്ലയാ തനുവാവ തതാര. ശ്രീ ശുഗമുനി അരുളി ചെയ്തു. ഹേ പരീക്ഷിത്തു രാജാവേ, മഹാന്മാരായ ഋഷികളാൽ ആ യത്നത്തിൽ ഇപ്രകാരം പ്രസാദിക്കപ്പെട്ട ഭഗവാൻ അവരുടെയും നാഭിയുടെയും പ്രിയത്തെ സാധിപ്പിക്കുവാനും ജന്മജന്മാന്തരങ്ങളിൽ നിയമാദികളോടുകൂടി പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ദ്രിയജയം സമ്പാദിച്ചവരും ദേഹാഭിമാനം വെടിഞ്ഞിരിക്കുന്നവരും നിത്യബ്രഹ്മചാരികളുമായ ഋഷികളുടെ ധർമാചാരങ്ങളെ തൻ്റെ അനുഷ്ഠാനങ്ങളെ കൊണ്ട് ലോകത്തിൽ നിലനിർത്തുവാനും വേണ്ടിയിട്ട് ശുദ്ധ സത്വഗുണത്തെ അവലംബിച്ച് നാഭിയുടെ ധർമ്മപത്നിയായ മേരുദേവിയിൽ അവതരിച്ചു. 3-ാമത്തെ അധ്യായം സമാപിച്ചു. 4-ാമത്തെ അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.